അതിപ്പോൾ രണ്ട് ടൈപ്പ്. ഇപ്പം ഞാൻ പറയാൻ കാരണം വെച്ചാൽ മമിതയുടെ ലുക്ക് പെട്ടെന്ന് ഉണ്ടായതാണ്. ഞങ്ങൾ ഗിരീഷേട്ടനായിട്ട് ഒരു മീറ്റിങ്ങിൽ ചെന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ക്യാരക്ടർ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഇതിൽ വന്നതാണ് മമിതയുടെ ലുക്ക്. അതായത് സ്ഥിരമായിട്ട് കുറേ നാളായിട്ട് കാണുന്നൊരു ഹെയർ സ്റ്റൈൽ ഒരു രീതിയിലാണ്. നമുക്ക് അതിൽ നിന്നൊരു മാറ്റം വേണ്ടേ എന്നുള്ളൊരു സാധനം ഞാൻ ഗിരീഷേട്ടനോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഗിരീഷേട്ടൻ മുന്നേ ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുണ്ട്. ഞാൻ റെഫറൻസസ് കാണിച്ചു, അതിന് മമിതയായിട്ട് ഡിസ്കസ് ചെയ്തു. അവിടെ വെച്ച് തന്നെ അന്ന് തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ മമിത ഒന്ന് ഇന്ന് ആലോചിച്ചിട്ട് പറയാം, അമ്മേനോടൊന്ന് ചോദിക്കണം. അമ്മേനോട് ചോദിച്ച് അനുവാദം മേടിച്ചു. അങ്ങനെ കട്ട് ചെയ്യേണ്ട ഒരു ഹെയർ. അന്ന് നല്ല ലെങ്ത് ഉണ്ട് മമതയുടെ ഹെയർ. ഒരുപാട് നാളുടെ ലെങ്ത് ഹെയറിൽ ആണ് മമത ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരുപാട് നാളായിട്ട് അങ്ങനെ നടക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യുന്ന മുമ്പ് വീട്ടിലൊക്കെ ഒന്ന് ചോദിക്കണം എന്ന് ചോദിച്ചു. ഫ്രഞ്ചസ് കട്ട് ചെയ്യണം, അങ്ങനെ ഉണ്ടായതാണ് ആ ലുക്ക്. ലോകയിലെ കല്യാണിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അവർ നേരത്തെ ഇപ്പം എന്താ പറയുക, ഡൊമിനിക്ക് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ലുക്കാണത്. ഡൊമിനിക്കും കല്യാണിയും നേരത്തെ അവർ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പ്ലാൻ ചെയ്ത് ഉണ്ടായ ലുക്ക്. അത് രണ്ട് ടൈപ്പ് നടന്ന കാര്യങ്ങളാണ്. അതുപോലെയാണ് എല്ലാ സിനിമയിലും. ചിലപ്പോൾ നമ്മളുടെ ഇതിൽ ഔട്ട്പുട്ട് ഇവിടെ ആദ്യം തന്നെ ഔട്ട്പുട്ടോടെ ഉണ്ടാവും ചില ലുക്കുകൾ അവർ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും.